Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സർഫേസ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ തുടങ്ങുന്നതിന്റെ മുമ്പേ എന്താണ് സർഫേസ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can define it as that the branch of chemistry which deals with the phenomenon taking place on surface അല്ലേ? അപ്പോൾ സർഫേസ് കെമിസ്ട്രി പറയുമ്പോൾ എന്താണ്? കെമിസ്ട്രിയുടെ ഏത് ബ്രാഞ്ച്? The branch of chemistry dealing with the phenomenon taking place on എവിടെയാണ്? taking place on the surface of a substance നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫേസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചില പഠിക്കാനുള്ള നമുക്ക് കീവേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് adsorption. എന്താണ് adsorption എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് when the existence of one substance over the other, ഇതാണ് നമ്മുടെ ഒരു സർഫേസ്. ഈ സർഫേസിന്റെ മീതെ വേറൊരു സ്പീഷീസ്, മോളിക്കുലർ സ്പീഷീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് ഈ രീതിയിലാണ് ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ അതിനെയാണ് പറയുക എന്ത്? അഡ്സോർപ്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടൈൽസ് ഫ്ലോറിൽ നമ്മൾ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈൽസ് ഫ്ലോറിൽ വാട്ടർ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയായിരിക്കും അതുണ്ടാവുക? ഇറ്റ് വിൽ ബി ഓൺലി ഓൺ ദ സർഫേസ്. സോ ദിസ് വൺ ഇസ് നോൺ ആസ് എന്താണ്? അഡ്സോർപ്ഷൻ. സെക്കൻഡ് വൺ ഈസ് absorption. The soil absorbs water അല്ലേ? soil absorbs water. എന്താണ് soil absorbs water എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് എന്തായിരിക്കും? വെള്ളം അതിന്റെ ഉള്ളിലേക്ക് കയറും അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ എക്സാമ്പിൾ അബ്സോർപ്ഷന്റെ പറയുന്നത് എന്താണ്? സ്പോഞ്ച് അല്ലേ? സ്പോഞ്ച് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ നടക്കുന്നത്? അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. സോ അബ്സോർപ്ഷൻ നമുക്ക് എന്ത് പറയാം? when it passes through the substance. when a substance എന്താണ്? passes through or enters the surface is known as എന്താണ്? absorption. നമ്മുടെ സബ്സ്റ്റൻസ് ആണ്, ഇതിലേക്ക് എന്തായിരിക്കും? അതിന്റെ ഉള്ളിലേക്ക് കയറി പോവുക. എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? absorption. ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. നമ്മൾ തുണി കളർ ചെയ്യുക. clothes when dyed. clothes, this one is our first one, this one is our second one, and ഒരു മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. clothes when dyed അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത്സ് കളർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അവിടെ ആ കളറ് തുണിയുടെ മീതെ ഉണ്ടാവും, അതേപോലെ എന്താണ്? തുണിയുടെ ഉള്ളിലേക്കും ഇറങ്ങിച്ചെല്ലും അല്ലെ? ത്രെഡ്സിലേക്കും എന്താണ്? കളർ ഇറങ്ങിച്ചെല്ലും. സോ ഈ പറഞ്ഞൊരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ എന്ത് നടക്കുന്നുണ്ട്? ബോത്ത് അഡ്സോർപ്ഷനും നടക്കുന്നുണ്ട് ആൻഡ് എന്താണ്? അബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. Both adsorption and absorption are taking place. We can say that both adsorption and absorption is taking place. So when both adsorption and absorption are taking place, we call it as endana? Sorption. What is known as? It is known as sorption. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ എന്താണ് പഠിച്ചത്? adsorption, that is on the surface. Absorption പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും. when it passes through and enters the surface, we call it absorption. ഇനി ചില കണ്ടീഷനിൽ രണ്ടും നടക്കും. എന്താണ്? adsorption നടക്കും, absorption നടക്കും. it is known as എന്താണ്? that condition is known as sorption. ഇനി അതേപോലെ നമുക്ക് ഒരു കണ്ടീഷനും കൂടി നോക്കാം, which is known as desorption. Fourth one is desorption. What is desorption? When the adsorbed substance നമ്മുടെ ഒരു സർഫേസിലാണ് ഇരിക്കണ വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് പോയിന്റ് അഡ്സോർപ്ഷൻ ആണ്. ഈ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ സർഫേസിലുള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് വെച്ചാൽ എന്തായിരിക്കും? അഡ്സോർബ് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യാണ് വെച്ചാൽ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് എന്താണ്? desorption. So desorption is the removal of the adsorbed substance from the surface is known as desorption. അപ്പോൾ ഇത് നാലുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കീവേഡ്സ്. ഇതിൽ നമുക്ക് അഡ്സോർപ്ഷൻ എന്താണ്, അബ്സോർപ്ഷൻ എന്താണ്, സോർപ്ഷൻ എന്താണ്, ഡിസോർപ്ഷൻ എന്താണ് നമുക്ക് ചോദ്യം വരാം. ഇത് കൂടാതെ there is one more term which is also known as occultation. What is occulation? Occulation means generally the gases are adsorbed on the surface of metal. Gases adsorbed on the surface of metal നെയാണ് നമ്മൾ എന്ത് പറയുക? known as occulation. Now let us move to the difference between adsorption and absorption. എന്താണ് adsorption, absorption? നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, adsorption നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? the existence of a substance at a surface. ഇതാണ് നമ്മുടെ സർഫേസ്.
ഈ സർഫേസിൽ എന്താണ് the existence of a substance at a surface in different concentration than in the adjoining bulk phase is called adsorption. So adsorption can be defined like this. ഇനി ഇവിടെ നോക്കുക, the material upon whose surface the adsorption takes place. നമ്മുടെ ഇതാണ് മെറ്റീരിയൽ, ഇതിന്റെ മീതെയാണ് എന്ത് നടന്നിരിക്കുന്നത്, adsorption നടന്നിരിക്കുന്നത്. So you can see the material upon whose surface the adsorption takes place is called adsorbent. So this is the material upon whose surface the adsorption has taken place. So we can call it as endana, this is our adsorbent. And the molecular species that get adsorbed, idana nammade endu molecular species which has got adsorbed on the surface is called as nammade endana, it is called as our adsorbate. So what is adsorbent? The material upon whose surface the adsorption takes place is called the adsorbent, while the molecular species that gets adsorbed are called as adsorbate. Or in simple terms, namukku engane adsorption represent cheyam, nammade adsorption can be represented like this. Nammade molecules illengil water molecules or gases undachal, this is our രണ്ട് ടേംസ് റെപ്രസെന്റ് ചെയ്തു. ലെറ്റ് ഇറ്റ് ബി അവർ 1, ലെറ്റ് ഇറ്റ് ബി അവർ 2. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്താണ്? യെസ്, ഫസ്റ്റ് വൺ നമുക്ക് കാണാം, സർഫേസിൽ മാത്രമേ ഉള്ളൂ. സോ അവർ ഫസ്റ്റ് വൺ റെപ്രസെന്റ് adsorption, and the second one you can see എന്താണ്, the substance or the species has also entered. So this one is known as our absorption. Now let us move on to the difference between adsorption and absorption. So adsorption the first difference endana, adsorption la unequal distribution of molecules ആണ് in the bulk and at the surface അല്ലേ. molecules എന്തായിരിക്കും, unequally ആയിരിക്കും എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക, സർഫേസിൽ. molecules unequally ആയിരിക്കും. പക്ഷേ absorption പറയുമ്പോൾ എന്താണ്, it enters throughout the solid അല്ലേ. സോ അവിടെ എന്താണ്, it involves uniform distribution of the molecules throughout. Second one, adsorption എന്തായിരിക്കും, it is rapid in the beginning. തുടങ്ങുമ്പോൾ വളരെ സ്പീഡിലായിരിക്കും, പക്ഷെ എന്തായിരിക്കും, with the passage of time adsorption എന്താണ്, slows down, whereas absorption always occurs at എന്താണ്, ഒരേ സ്പീഡിലായിരിക്കും, occurs at a uniform rate. Second one, adsorptionന്റെ ഡെഫിനേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു, സർഫേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. So adsorption is a surface phenomenon, whereas absorption പറയുമ്പോൾ എന്താണ്, it enters throughout the surface or body of the material. So absorption occurs throughout the body of the material. So this is the difference between what, adsorption and absorption. Now let us see what are the different types of adsorption. So depending upon the nature of forces existing between the adsorbate and the adsorbent. adsorbateum adsorbent എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ. സോ adsorbateum adsorbentum തമ്മിലുള്ള നേച്ചർ ഓഫ് ഫോഴ്സസ്, എങ്ങനത്തെ ഫോഴ്സസ് ആണോ അവർ തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് adsorption 2 types of adsorption എന്ന് പറയാം. The first one is our physical adsorption and the second one is our chemical adsorption. So now let us see what is physical adsorption, or what do you mean by chemical adsorption. The physical adsorption, if the force let us see, in our physical adsorption, let us see the nature of forces between the adsorbate and the adsorbent. ഈ രണ്ടും തമ്മിൽ, adsorbateum adsorbentum തമ്മിലുള്ള forces of attraction, if this forces of attraction is very weak, we call it as എന്താണ്, physical adsorption. നമ്മുടെ forces of attraction, ഇത് രണ്ടും തമ്മിലുള്ള forces of attraction വളരെ weak ആണ് വെച്ചാൽ നമ്മൾ അതിനെ പറയേണ്ടതാണ് എന്ത്, physical adsorption. So among the adsorbate and adsorbent, the weak van der Waals forces of attraction exist. In the case of physical adsorption എന്താണ്, weak van der Waals forces of attraction exist, and it is known as എന്താണ്, physical adsorption, or it is also known as എന്താണ്, it is also known as physisorption. It is also known as physisorption, or we also call it as endana, since in a weak van der Waals forces of attraction exist, we also call it as van der Waals adsorption.
ഇനി ഇവിടെ വീക്ക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് അഡ്സോർബൻറ്റും അഡ്സോർബേറ്റ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ളത്. Therefore, these adsorption can also be reversed. നമുക്ക് എങ്ങനെ അഡ്സോർപ്ഷനെ റിവേഴ്സ് ചെയ്യാം? എങ്ങനെ റിവേഴ്സ് ചെയ്യാം? By heating or by what? Or by decreasing the pressure. The adsorption can be reversed in the case of ഏതാണ്? Physical adsorption, or it is also known as എന്താണ്? Physisorption. ഇനി chemical adsorption പറയുമ്പോൾ എന്തായിരിക്കും? In the case of chemical adsorption, the forces of attraction between the adsorbate and the adsorbent molecule എന്താണ്? It is very strong. We can say that strong പറയുമ്പോൾ എന്താണ്? It is almost same as that of a chemical bond. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ് ഉള്ളച്ചാൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ, or we also call it as എന്താണ്? Chemisorption. This type of adsorption is also known as എന്താണ്? Chemisorption. Now, ഇവിടെ എന്താണ്? അഡ്സോർബൻറ്റും അഡ്സോർബേറ്റ് മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? It cannot be reversed. നമ്മൾ ഫിസിക്കൽ അഡ്സോർപ്ഷന്റെ കേസിൽ പറഞ്ഞു it can be reversed. Why it can be reversed? Because there exists a very weak force. ഇനി എങ്ങനെ റിവേഴ്സ് ചെയ്യാം ഫിസിക്കൽ അഡ്സോർപ്ഷന്റെ കേസിൽ? By heating or decreasing the pressure. പക്ഷെ ഇവിടെ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കെമിക്കൽ അഡ്സോർപ്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വളരെ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ടൈപ്പ് ഫോഴ്സസ് ആണ് ഉള്ളത്. So when we are saying about adsorption, all adsorptions are accompanied by release of energy. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ adsorptionും are accompanied by release of energy. So we can say that എന്താണ്? Adsorptions are what? They are exothermic in nature. Adsorptions are എന്താണ്? Adsorptions are exothermic in nature. Now, നമ്മൾ പറഞ്ഞു adsorption സമയത്ത് physical adsorption ഉണ്ട്, chemical adsorption ഉണ്ട്. So we can say that during adsorption, new forces of attractions come into existence. അല്ലേ? Adsorbateും adsorbentന്റെ ഇടയിൽ new forces of attraction, weak van der Waals forces ആവാം, അല്ലെങ്കിൽ എന്താണ്? Strong chemical bond forces ആവാം. So we said that since it is accompanied by release of energy, it is known as എന്താണ്? Exothermic. It is considered, or it is exothermic in nature. So we can say that the heat or enthalpy, release of energy പറയുമ്പോൾ എന്താണ്? Heat is released, അല്ലേ? So the enthalpy or the heat change taking place for adsorption of 1 mole, taking place for the adsorption of 1 mole of adsorbate on an adsorbent. Adsorbate on an adsorbent is called, it is called as enthalpy or heat of adsorption. അപ്പോൾ എന്താണ് ഹീറ്റ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് പറയാം? ദ എൻതാൽപ്പി ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ്? ദ ഹീറ്റ് ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഫോർ ദ അഡ്സോർപ്ഷൻ ഓഫ് 1 mole of a adsorbate on an adsorbent surface is called enthalpy or heat of adsorption. So heat of adsorption എവിടുന്നാണ് വരുന്നത്? നമുക്കറിയാം എനർജി റിലീസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഈസ് റിലീസ്ഡ്. ഹീറ്റ് ഈസ് റിലീസ്ഡ് പറയുമ്പോൾ we say that it is what? It is exothermic in nature. So enthalpy change taking place for the adsorption of 1 mole of a adsorbent on an adsorbent is called heat of adsorption. Now let us see what is the difference between, നമ്മൾ പറഞ്ഞു there are 2 type of adsorption, that is physisorption and chemical adsorption. അപ്പോൾ what is the difference between the two? Let us see. അപ്പോൾ ഡിഫറൻസിൽ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എന്താണ്? നമ്മൾ പറഞ്ഞു ഫിസിക്കൽ അഡ്സോർപ്ഷൻ പറയുമ്പോൾ അവിടെ വീക്ക് വാൻഡർ വാൾസ് ഫോഴ്സസ് ആണ്. Whereas chemical adsorption പറയുമ്പോൾ എന്താണ്? Strong chemical bonds are formed. In the case of physisorption or physical adsorption, low enthalpy of adsorption. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു അല്ലേ? എന്താണ്? What do you mean by enthalpy of adsorption? So in the case of physical adsorption, there will be എന്താണ്? Low enthalpy of adsorption.
Why we are saying low enthalpy of adsorption? കാരണം ഇവിടെ എന്താണ് adsorbed molecules വളരെ weak ആണ്. They can be reversed അല്ലേ? നമുക്ക് വേണമെന്നുവെച്ചാൽ adsorbed molecules നമുക്ക് reverse ചെയ്യാം heating or by applying pressure. Whereas chemical adsorption കേസിൽ since a strong chemical bond exists between the adsorbate and the adsorbent, അവിടെ adsorption എന്താണ് high enthalpy of adsorption. അടുത്ത ഒരു പോയിന്റ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ പറയുമ്പോൾ എന്താണ് അവിടെ മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. വേറസ് കെമിക്കൽ അഡ്സോർപ്ഷൻ പറയുമ്പോൾ എന്താണ് മോണോ മോളിക്കുലർ ലെയേഴ്സ് ആർ ഫോം. നമുക്ക് ഒരു പോയിന്റും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ മീൻസ് ദേ ആർ വാട്ട് ദേ ആർ റിവേഴ്സിബിൾ. നമ്മൾ പറഞ്ഞു സിൻസ് വീക്ക് ഫോഴ്സസ് ആണ് by heating or by changing the pressure it can be reversed. Whereas in the case of chemical adsorption, what is that? Chemical adsorption is irreversible in nature. ഇനി അതേപോലെ നമുക്ക് വേറൊരു പോയിന്റ് എന്ത് പറയാം? In the case of physical adsorption, it is not very specific അല്ലേ? Physical adsorption is not very specific. Whereas chemical adsorption means എന്താണ്? It is highly specific in nature. Chemical adsorption is highly specific in nature. ഇനി physical adsorption കേസിൽ നമുക്ക് എന്ത് പറയാം? Physical adsorption decreases with increasing temperature. Temperature കൂട്ടി കഴിയുമ്പോൾ physical adsorption എന്താണ്? Decrease ചെയ്യും. Why physical adsorption decreases? ഇതാണ് നമ്മുടെ physical adsorption. Weak van der Waals forces ആണ്. നമ്മൾ temperature കൂട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും? Physical adsorption decreases with increase in temperature. Whereas chemical adsorption പറയുമ്പോൾ എന്താണ്? Chemical adsorption always takes place at എന്താണ്? It takes place at a very high temperature. So physical adsorption ഉം chemical adsorption at least ഒരു 4 പോയിന്റുകൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചു വെക്കണം. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ adsorption എന്താണ്, absorption എന്താണ്, the difference between adsorption and absorption, what are the different types of adsorption, physical and chemical adsorption and the difference between them പഠിച്ചു. അതേപോലെ ചില വേർഡ്സ് ആയി ഏതാണ് നമ്മുടെ what do you mean by sorption, what do you mean by desorption, occultation പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.